ഹലോ, ആലിപ്പഴം ഹോംമേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. കുറച്ച് ഫ്ലവറും അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഫ്ലവർ ട്രീയും എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ കുറച്ച് തുണികൾ വേണം. ഈ മെറ്റീരിയലിൻ്റെ പേര് സാറ്റൻ എന്നാണ്. ഞാനിതെല്ലാം ഒരു 1/2 മീറ്റർ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തിളക്കമുള്ള ഒരു തുണിയാണ്. അപ്പോൾ ഇതിൻ്റെ റെഡും യെല്ലോവും കൊണ്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ഈ സാറ്റൻ്റെ ഗ്രീൻ കൊണ്ടാണ് നമ്മൾ ലീഫ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ഇതൊരു ഓർഗാനിക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതുകൊണ്ടും നമ്മൾ ലീഫ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി ഈ തുണിയിൽ നിന്ന് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതേപോലെ കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ അതിൻ്റെ ചെറുത്, പിന്നെ അതിലും ചെറുത്, അങ്ങനെ വലുതിൽ നിന്ന് ചെറുതായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഓരോ പീസിലും 3ഓ 4ഓ വീതം കട്ട് ചെയ്ത് പീസ് ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് ഇതളുകളായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. കട്ട് ചെയ്ത തുണിയെല്ലാം ഇതുപോലെ ഇതളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കണം. എന്നിട്ട് ഇതിന്ന് ഓരോ ഇതളുകളും എടുത്തിട്ട് ഇതിൻ്റെ അറ്റഭാഗത്ത് മെഴുകുതിരിയിലും ഇതേപോലെ ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് എല്ലാ ഇതളുകളും ഇതേപോലെ ചെയ്തെടുക്കണം. പക്ഷേ ഇതിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം മുകൾ വശത്തായിട്ട് വേണം നമ്മളിങ്ങനെ മെഴുകുതിരിയിൽ കാണിച്ചു കൊടുക്കാൻ. എല്ലാ ഇതളുകളും ഇതേപോലെ മെഴുകുതിരി വെച്ച് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കിനി കുറച്ച് കമ്പി വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കെട്ട് കമ്പി എടുത്തിട്ടുണ്ട്, കുറച്ച് സിൽവറിൻ്റെ കമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കമ്പിയിൽ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ സിൽവറിൻ്റെ കമ്പി എടുത്തിട്ട് അതിലാണ് ഫ്ലവർ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതേപോലെ 2 മടക്കാക്കിയിട്ട് വേണം നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വൂളൻ ത്രെഡ് ആവശ്യമാണ്. ഇതേപോലെ കുറച്ച് നീളത്തിൽ വൂളൻ ത്രെഡ് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പം നമ്മൾ പൂവിൻ്റെ നടുവിലുള്ള പൂങ്കൊടിയാണ് വൂളൻ ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഇതേപോലെ തിരിച്ച് പിടിച്ചിട്ട് ഇതളുകൾ ഓരോന്നായി ഇതിലോട്ട് കോർത്ത് കൊടുക്കണം. ആദ്യം ഏറ്റവും ചെറിയത് എത്രയാണ് അത് മുഴുവൻ ആദ്യം തന്നെ വെച്ച് കൊടുക്കുക. ലാസ്റ്റാണ് നമ്മൾ വലുത് കൊടുക്കേണ്ടത്. ആദ്യം ചെറുത്, പിന്നെ അതിൻ്റെ വലുത്, അതുപോലെ ആയിട്ട് വേണം നമ്മൾ ഓരോന്നും ഈ കമ്പിയിൽ കോർത്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഫ്ലവറുകൾ താഴ്വശത്തോട്ട് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പേപ്പർ, എന്തെങ്കിലും ഒരു പേപ്പർ എടുത്ത് ഇതേപോലെ ഒന്ന് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് മുറിച്ചു കൊടുക്കണം. രണ്ട് ഫ്ലവർ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തണ്ടിന് ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ആ അരികു വശത്ത് നന്നായി ടൈറ്റായിട്ട് ആദ്യം തന്നെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഗ്രീൻ ടേപ്പ് കമ്പീൻ്റെ അടിവശം വരെ നന്നായിട്ട് ചുറ്റിച്ചെടുക്കണം. ഞാനിവിടെ റെഡും യെല്ലോയിലും ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ലീഫ് ഉണ്ടാക്കിയെടുക്കണം. ആദ്യം തന്നെ സാറ്റേൻ്റെ തുണിയിൽ നിന്നാണ് നമുക്ക് ലീഫ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ലീഫിന് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ഇതേപോലെ ചതുരത്തിലെടുത്ത് തുണി കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലീഫ് കുറച്ച് ബലത്തിൽ നിൽക്കില്ല, കുഴഞ്ഞിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞ ഗ്ലൂ ആണ് ഞാനിത് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്ലൂ നമുക്ക് ഇതേപോലെ ഒട്ടിക്കാനും നല്ലൊരു ഗ്ലൂ ആണ്. അപ്പോൾ ഇത് തേച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് രണ്ടെണ്ണം വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഗ്ലൂ തേച്ച് ഉണങ്ങി കഴിയുമ്പം ഇത് കുറച്ച് ബലത്തിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ലീഫ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആയിട്ട് നല്ലതായിട്ട് ലീഫ് കിട്ടും. ഇനി നമുക്ക് ഓർഗാൻഡിയിൽ കുറച്ച് ലീഫ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓർഗാൻഡിക്കിൽ കുറച്ച് ലീഫ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കിത് ഗ്ലൂ വെച്ച് ഒട്ടിക്കേണ്ട. ഈ തുണി ആദ്യം തന്നെ കുറച്ച് ബലത്തിൽ നിൽക്കുന്ന തുണിയാണ്, അതുകൊണ്ട് നമുക്കിത് ഗ്ലൂ തേക്കേണ്ട ആവശ്യമില്ല. രണ്ടെണ്ണത്തിൽ ലീഫ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കമ്പിയിൽ വെച്ചിട്ട് ചുറ്റിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഈ ലീഫും കൂടി ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ രണ്ട് ലീഫും കമ്പിയിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവറിലും കുറച്ച് ഇതേപോലെ ലീഫ് വെച്ച് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ഫ്ലവറും ലീഫും ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവറിൽ നമ്മൾ കുറച്ച് ലീഫ് ഇതേപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ചെറിയ ട്രീ ആക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ചെറിയൊരു ട്രീക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ കൊടുത്ത കമ്പി കെട്ടുകമ്പിയാണ്. കെട്ടുകമ്പി കുറച്ച് കനത്തിലെടുത്തിട്ട് ഇതേപോലെ നടുവിൽ വെച്ച് കൊടുക്കുക. ഇനി കെട്ടുകമ്പി അല്ലെങ്കിൽ നമുക്ക് കനമുള്ള ഒരു കമ്പി, വലിയൊരു കമ്പി വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് അതിൻ്റെ ചെറിയ ചെറിയ കൊമ്പുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ കെട്ടുകമ്പിയാണ് എടുത്തത്. അതിന് കുറച്ച് കനം കുറഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് കമ്പി ചുറ്റിച്ചെടുത്തിട്ട് വലിയ കമ്പിയിലോട്ട് വെച്ച് പിടിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് മുഴുവനായിട്ടും ഗ്രീൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തതാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ലീഫിൻ്റെ ഓരോ കമ്പും എടുത്ത് ഇതേപോലെ ഈ കമ്പിയിലോട്ട് നന്നായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ലീഫും ഇതേപോലെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച അതേപോലെ ഫ്ലവറും ഇതേപോലെ ഈ കമ്പിയിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാ ഫ്ലവറും ഇതിലോട്ട് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ഡിസൈൻ ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ റോസാപ്പൂവിൻ്റെ ചെറിയൊരു ട്രീ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെ നല്ലൊരു ക്രാഫ്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്